ഇന്നത്തെ കേക്കിന്റെ പേരാണ് ഹോട്ട് മിൽക്ക് കേക്ക്. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. എന്താ പറയാ, നല്ല പഞ്ഞി പോലെ ഇരിക്കണ സോഫ്റ്റാണ്. ഞാൻ കാണിച്ചു തരാകത്ത് കേട്ടോ. ഓ സൂപ്പറാണ്, സൂപ്പറാന്ന് കാണിക്ക്. ഹായ്, ഹലോ, വെൽക്കം ടു മൈൽസ് ആൻഡ് മെമ്മറീസ് ബൈ ധന്യ. ഇന്നൊരു ബേക്കിംഗ് ഡേ ആണ് കേട്ടോ. ഞാൻ കേക്ക് ബേക്ക് ചെയ്യാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കേക്ക് ബേക്ക് ചെയ്യണത് തുടങ്ങിയത് ഒരു കൊറോണ കാലത്തായിരുന്നു. കൊറോണ തുടങ്ങിയ സമയത്ത് നമുക്ക് പുറത്തുനിന്നൊന്നും വാങ്ങിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തന്നെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് കേക്കുകൾ ഉണ്ടാക്കി തുടങ്ങി. അങ്ങനെ കേക്ക് ഉണ്ടാക്കി അത് ഇഷ്ടപ്പെട്ടു. യൂട്യൂബ് വീഡിയോസ് കണ്ടു, കുറേ സൈറ്റിൽ പോയി ഇങ്ങനെ വായിച്ചും അങ്ങനെയൊക്കെ കേക്കുകളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. അങ്ങനെയാണ് ഞാൻ കേക്ക് ചെയ്തു തുടങ്ങിയത്. കുറച്ചൊക്കെ നാട്ടിൽ സെല് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇൻസ്റ്റയിൽ ഒരു പേജ് ഉണ്ട്, അമ്മൂസ് ഡിലൈറ്റ്സ് ആണ്, ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു കേക്ക് നമുക്ക് ചെയ്തു നോക്കാം. ഇതെൻ്റെ ഒരു ഫസ്റ്റ് ട്രൈ ആണ് ഇന്നത്തെ കേക്ക്. ഇന്നത്തെ കേക്കിൻ്റെ പേരാണ് ഹോട്ട് മിൽക്ക് കേക്ക്. എന്നൊന്ന് തുടങ്ങിയാലോ. ഞാനിവിടെ കേക്കിന് എടുത്തേക്കണം മൈദ, പഞ്ചസാര, ബട്ടർ എല്ലാം ഞാൻ വെയിങ് മെഷീനിൽ മെഷർ ചെയ്താണ് എടുത്തേക്കണം. കപ്പളവിൽ എടുത്താൽ കറക്റ്റ് ആവും. മിക്കതും നമ്മൾ കപ്പളവിൽ തന്നെയാണ് ചെയ്യാറ്. പക്ഷെ ഞാൻ ഇന്നിപ്പോൾ എടുത്തേക്കണത് എല്ലാം വെയിങ് മെഷീനിൽ മെഷർ ചെയ്തിട്ടാണ് എടുക്കുന്നത്. അത് ഈ കേക്ക് ഉണ്ടാക്കി തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം. ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. ഞാനിത് 180 ഡിഗ്രി ഓർ 190 ഡിഗ്രി ആണെങ്കിലും ഓക്കെയാണ്. കുറച്ച് നേരം അതൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം നമുക്ക്. ഹോട്ട് മിൽക്ക് കേക്ക് ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇന്ന് ഒരു ചൂട് പാലിൽ വെച്ചിട്ടാണ് പരിപാടി ചെയ്യണത്. 240 ml കപ്പിൽ മിൽക്ക് എടുക്കുക, അതിലേക്ക് ബട്ടർ ഇട്ട് ഒന്ന് ബോയിൽ ചെയ്യുക. അതാണ് ഇനി ചെയ്യാൻ പോണത്. അപ്പം ഇനി നമുക്ക് മൈദയും ബേക്കിംഗ് പൗഡറും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വിസ്ക് ചെയ്തെടുക്കാം. അളവൊക്കെ വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം, വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്തോ. നമുക്കൊരു 1/2 ടീസ്പൂൺ സോൾട്ടും കൂടി ഇടാം. ഇതൊക്കെ എൻ്റെ കൈ കണക്കാണ് കേട്ടോ സോൾട്ട് ഇട്ടേക്കണത്. എൻ്റെ കേക്കിൻ്റെ ഏറ്റവും വലിയ ഫാൻ എൻ്റെ മൂത്ത ആളാണ്. അവൾക്ക് ഞാൻ ഉണ്ടാക്കണ കേക്കിൽ ഏറ്റവും ഇഷ്ടം റെഡ് വെൽവെറ്റ് ആണ്. അത് ഏത് കേക്ക് ഉണ്ടാക്കിയാലും അവൾക്ക് റെഡ് വെൽവെറ്റ് ആണ് ഇഷ്ടം എന്ന് പറയുള്ളൂ ഞാൻ ഉണ്ടാക്കുന്നത്. ഇതൊന്ന് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എന്താ പറയണെന്ന് നോക്കാം. ഓക്കെ, ആ പണി കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് മുട്ട ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് മുട്ട, പഞ്ചസാര, വാനില എസൻസ് ഇത്രയാണ് ചെയ്തത്. ഇനി ഇത് ബീറ്റ് ചെയ്തെടുക്കുക. പൊടിയെല്ലാം കൂടി എടുത്ത് അതിലേക്ക് മിക്സ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഹോട്ട് മിൽക്ക് ആഡ് ചെയ്യണം. നേരെ ഓവനിലേക്ക് എത്തണം. കുഞ്ചിന് ഏതാ അമ്മ ഉണ്ടാക്കണതിൽ ഏറ്റവും ഇഷ്ടമുള്ള കേക്ക്? ഞാൻ പറഞ്ഞില്ലേ റെഡ് വെൽവെറ്റ് ആണൊക്കെ. എപ്പോ ചോദിച്ചാലും റെഡ് വെൽവെറ്റ്. ഇപ്പം മുട്ട ബീറ്റ് ചെയ്തു, ആ പൊടിയെല്ലാം നമ്മൾ ഇതിനകത്തേക്ക് മിക്സ് ചെയ്തു. ഇനി അടുത്ത മെയിനായിട്ടുള്ള ഇതിൻ്റെ അകത്തൊരു കാര്യം എന്ന് പറയുന്നത് ഹോട്ട് മിൽക്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തേക്കുന്നതാണിത്. ഇതാണ് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കാൻ പോണത്. ചൂട് പാലാണിത്, അതിനകത്തേക്ക് ഒഴിക്കാൻ പോവാണ് നമ്മൾ. ഇതെൻ്റെ ഫസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഇതെങ്ങനെ ബേക്ക് ചെയ്ത് വരുന്ന ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഞാൻ ഓൾറെഡി ബട്ടർ പേപ്പർ ഓയിൽ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് വന്നേക്കണ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടാപ്പ് ചെയ്യണത്. ഈ ഓവന്മൊക്കെ ഈ ഒട്ടിച്ച് വെച്ചേക്കുന്നത് എല്ലാം എൻ്റെ രണ്ടാമത്തെ ആൾ എല്ലാ ഡോറും വലിച്ചു തുറക്കും. അതൊക്കെ ഒന്ന് സേഫ് ആക്കിയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് എല്ലായിടത്തും ടേപ്പ് ഒട്ടിച്ച് വെച്ചേക്കണത്. ഇനി നമുക്ക് ഇതിൻ്റെ മീതയ്ക്ക് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് പലതും ചെയ്യാം. ക്രീം വയ്ക്കണമെങ്കിൽ വയ്ക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ പൗഡർഡ് ഷുഗറാണ് സ്പ്രെഡ് ചെയ്യാൻ പോണത്. എന്നിട്ട് കട്ട് ചെയ്ത് പീസസ് ആക്കിയാണ് അത് ഞാൻ എൻ്റെ കാണിച്ചു തരാം. ഇതൊന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് വലിയ ടാസ്ക്കാണ്. കറക്റ്റ് ആ രീതിയിൽ വന്നാലാണ് നമുക്ക് പ്രസൻറ്റേഷൻ. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് എടുക്കുമ്പോൾ നമുക്ക് അത്രയും
നമുക്കൊരു ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു ഭംഗി വേണമല്ലോ. കേക്ക് നല്ല സോഫ്റ്റാണ്, നല്ല പഞ്ഞി പോലെയാണ് കേക്ക് ഇരിക്കണത്. തൊട്ടിട്ട് നല്ല സക്സസ് ആണെന്നാണ് തോന്നണം. ഇനി കഴിച്ച് നോക്കിയിട്ട് ബാക്കി പറയാം. ഞാനിതിനകത്ത് പൗഡർഡ് ഷുഗറാണ് കൊടുക്കണത് കേട്ടോ. കുറച്ച് നാളുകൊണ്ടായി ഞാനിത് ചെയ്യണം എന്ന് ചെയ്ത് നോക്കണം എന്നൊക്കെ വിചാരിക്കുന്നു. ഇപ്പോഴാണ് അതിൻ്റെ ഒരു സമയം വന്നത്. നോക്കാം, കഴിച്ചു നോക്കി കഴിയുമ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയില്ല. ഞാനൊരു അലങ്കാരത്തിനായിട്ട് ഇതൊക്കെ വയ്ക്കേണ്ട തൽക്കാലത്തേക്ക്. ഇപ്പം നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യാം. ഇപ്പം ഞാൻ വീഡിയോ എടുക്കണോണ്ട് മാത്രം ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. പ്രസൻറ്റേഷൻ മുഖ്യം പിക്കിലേ. ഇതൊന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഭയങ്കര സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല എന്താ പറയുക, നല്ല പഞ്ഞി പോലെ ഇരിക്കണ സോഫ്റ്റാണ്. ഞാൻ കാണിച്ചു തരാം അകത്തേട്ടോ. ഇത് നോക്കി, ഇനി ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ നമുക്ക്. ഓ കിഡു, ഓ ഇതെൻ്റെ ഫസ്റ്റ് ട്രൈ ആണ്. ഞാൻ വിചാരിച്ചിട്ട് ഇത് ഇത്ര സക്സസ് ആവുന്നു കേട്ടോ. മസ്റ്റ് ട്രൈ. എങ്ങനെയുണ്ട്? ഇഷ്ടായോ? മാധുക്കുട്ടനും കൂടി നമുക്കൊന്ന് കൊടുത്തു വെക്കാം. എങ്ങനെയുണ്ട് മാധു? സൂപ്പറാണോ? സൂപ്പറാന്ന് കാണിക്ക്.